മെറ്റാഡ്സിൻ്റെ നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആഡ്സ് മാനേജറിൽ നമ്മളെ പരസ്യവുമായി ബന്ധപ്പെട്ട അവർ ചെയ്യുന്ന മെത്തേഡാണ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞത്. അതിൽ ഏകദേശം നമുക്ക് 6ഓളം ക്യാമ്പയിൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ പർപ്പസാണ് വരുന്നത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിന് ഏത് ക്യാമ്പയിൻ അല്ലെങ്കിൽ നമുക്ക് ഏത് ക്യാമ്പയിൻ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ പർപ്പസ് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നല്ലൊരു റിസൾട്ടിലോട്ട് എത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആ ഒരു ഇത് ഓരോന്നും അതിൻ്റെതായ പർപ്പസ് എന്ന് പറഞ്ഞത്. അതിനു വേണ്ടി നമ്മൾ അക്കൗണ്ട് ഓവർവ്യൂവിൻ്റെ താഴെ ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏകദേശം 6ഓളം ക്യാമ്പയിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണെന്നുള്ളത് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് കൊണ്ട് വരുന്നത് അവയർനെസ് ക്യാമ്പയിനാണ്. അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഷോ യുവർ ആഡ്സ് ടു പീപ്പിൾ ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു റിമെമ്പർ ദം. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് ഓർക്കാനും വേണ്ടിയിട്ട് ആണ് നമ്മൾ കൃത്യമായിട്ട്, അതായത് നമ്മൾ ആ ഒരു ബ്രാൻഡ് അവയർനെസ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ന്യൂസ് പേപ്പറിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ കൂടെയൊക്കെ നോട്ടീസ് അടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വളരെ അപൂർവമായിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഞാനൊരു സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ റീച്ച് ആക്കാൻ, പിന്നെ ബ്രാൻഡ് അവയർനെസ്, പിന്നെ നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ നമ്മളെ സ്റ്റോർ ലൊക്കേഷന് മറ്റുള്ളവർ അറിയാനും വേണ്ടിയിട്ടൊക്കെയാണ് എന്താണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പറഞ്ഞാൽ ട്രാഫിക് ക്യാമ്പയിനാണ്. ട്രാഫിക് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അതായത് വെബ്സൈറ്റ്, ആപ്പ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ അതുപോലെ ഫേസ്ബുക്ക്. ഇതിലൊക്കെ എന്ത് ചെയ്യും, ആളുകൾ വന്നിട്ട് ട്രാഫിക് ആവുന്നതിനാണ് നമ്മൾ ആ ഒരു ക്യാമ്പയിൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ പിന്നെ വെബ്സൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട്, പിന്നെ അതുപോലെ നമ്മളെ ലാൻഡിങ് പേജ് ഇതൊക്കെ കൊടുത്തിട്ട് ആളുകൾ എന്ത് ചെയ്യുക, അതിലോട്ട് എത്തിക്കാതെ പറ്റും. അതേപോലെ നമ്മളെ ഫേസ്ബുക്ക് പ്രൊഫൈല്, പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോട്ടൊക്കെ എന്ത് ചെയ്യുക, ആളുകളെ എത്തിച്ചിട്ട് അതിൽ നിന്ന് കൺവേർഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ട്രാഫിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ വാട്സപ്പിൽ പിന്നെ അതുപോലെ കോളൊക്കെ വരുന്ന രൂപത്തിൽ, വാട്സപ്പിൽ എൻക്വയറി കോളൊക്കെ വരുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാനും കൂടി പറ്റും. പിന്നെ അടുത്തതായിട്ടുള്ളൊരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻ്റ് ആണ്. എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനും ഇതുപോലെ മെസ്സേജ് കൺവേർഷൻസ് ആണ്. ഇതിനൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പോസ്റ്റുകൾക്കൊക്കെ എൻഗേജ്മെൻ്റ് ഉണ്ടാവും, അതായത് ലൈക്ക്, ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ ആ പ്രത്യേകം ഇതിൽ പറയുന്നുണ്ട്. നമ്മളെ വീഡിയോസ് വ്യൂ വരും, അതേപോലെ നമ്മളെ പേജിന് ലൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നുള്ള ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാട്സപ്പിൽ എൻക്വയറി വരുന്ന രൂപത്തിൽ, പിന്നെ കോള് ആ രൂപത്തിലൊക്കെ ഇതിലും ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ടുള്ളൊരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ലീഡ്സ് ആണ്. ലീഡ്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, കളക്ട് ലീഡ്സ് ഫോർ യുവർ ബിസിനസ് ഓർ ബ്രാൻഡ്. അപ്പോൾ നമ്മളെ ബിസിനസ്സിന് ആവശ്യമായിട്ട് എന്തെങ്കിലും ഡാറ്റകൾ, ഇപ്പോൾ നമ്മൾ ആ ഒരു ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ കാണുന്നുണ്ട് പരസ്യങ്ങൾ. അതാണ് ഈ ഒരു പിന്നെ രീതിയിൽ ചെയ്യുന്ന ക്യാമ്പയിന്. പിന്നെ അതുപോലെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. ആ ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ആ ഒരു സംഭവത്തിനാണ് ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് ഒരു ഫോമൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം, പിന്നെ വാട്സപ്പ് ഒക്കെ എന്ത് ചെയ്യുക, മെസ്സേജ് വരുന്ന രൂപത്തിലും കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ആപ്പ് പ്രൊമോഷനാണ്. ആപ്പ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തെങ്കിലും ആപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാളേഷന് കാര്യങ്ങൾ, പിന്നെ അതിലോട്ട് ആളുകളെ എത്തിക്കാനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ട് പരസ്യം ചെയ്യാൻ പറ്റും. ആ ഒരു രീതിക്കാണ് ആപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. അടുത്തതായിട്ട് വരുന്നത് സെയിൽസ് ക്യാമ്പയിനാണ്.
സെയിൽസ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഇ കൊമേഴ്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളെടുത്ത് വെബ്സൈറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ചെയ്യാനും വേണ്ടിയിട്ടാണ് സെയിൽസ് ക്യാമ്പയിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മളെടുത്ത് കാറ്റലോഗുകൾ, അതായത് നമ്മളെ ബിസിനസ്സിൻ്റെ കാറ്റലോഗൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, കോള് ഈ രൂപത്തിലും മെസ്സേജ് വരുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, താങ്ക്